ഇന്ന് നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നാണം കെട്ട പാപം അസൂയയാണ്. നമ്മൾ ഇന്ന് ചെയ്തു കൂട്ടുന്ന പലതിൻ്റെയും റൂട്ട് വേര് എന്താ? അസൂയ. നമ്മുടെ ആഗ്രഹം അവൻ എന്നും അവിടെ ഇരുന്നാൽ മതി, ഞാൻ എൻ്റെ സമൃദ്ധിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് തൂക്കിക്കൊടുക്കാം, നീ അത് വാങ്ങിച്ച് കഴിച്ചോണം. ഇതാണ് നമ്മുടെ ചാരിറ്റി. ഇത് ആദിമസഭയുടെ ചാരിറ്റി അല്ല, പുണ്യമല്ല, ഇത് കൂട്ടായ്മയല്ല, ഇത് തട്ടിപ്പാണ്. വാങ്ങിക്കുന്നവന്റെ ആത്മാഭിമാനത്തെ പോലും തച്ചു തകർത്ത് അവന്റെ പേര് വെക്കാവുന്ന ഫ്ലെക്സിലെല്ലാം വെച്ചിട്ട് അവന് എള്ളോളം പണമെടുത്ത് കൊടുത്തിട്ട് നീ എന്തോ വലിയ കാര്യം ചെയ്തുവെന്ന് ചിന്തിക്കുമ്പോൾ നീ ചെയ്യുന്നത് നന്മയല്ല, പാപമാണെന്ന് ഓർത്തേക്കണം. ആദ്യം അച്ഛൻ്റെ കുറ്റം പറയും. ഒരു 10:15 റെക്ടറച്ഛൻ്റെ കുറ്റം പറയും. റെക്ടറച്ഛനൊന്നും ശരിയല്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. 10:15 10:45 മെത്രാന്മാരുടെ കുറ്റം പറയാൻ തുടങ്ങും. മെത്രാന്മാർ നാട്ടിൽ കുറേ എണ്ണം ഉള്ളത് കൊണ്ട് എല്ലാവരുടെയും കുറ്റം പറഞ്ഞു വരുമ്പോൾ സമയമെടുക്കും. ഒരു 11:30 മാർപ്പാപ്പയുടെ കുറ്റം ആവും. 11:30 മാർപ്പാപ്പ എത്തുമ്പോഴേക്കും നമ്മൾ പ്രാർത്ഥനയെന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളെ കർത്താവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പേരിട്ടിരിക്കുന്നത്. സിമ്പിളാണ്. ഇത്രയും ചിന്തിച്ചാൽ സമാധാനത്തോടെ ക്രിസ്ത്യ ജീവിതം ജീവിക്കാം. ദൈവമുണ്ടെന്ന് വിശ്വസിച്ച, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ച, ആ ദൈവത്തിന് എന്നേക്കാൾ ബുദ്ധിയും പദ്ധതികളും ഉണ്ടെന്ന് വിശ്വസിച്ച പിന്നെ എളുപ്പമാണ് ജീവിക്കാൻ. രണ്ടാമത്തെ എന്താണ്? കൂട്ടായ്മ. നമ്മൾ സഭയെ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് എന്തിലാണെന്ന് അറിയാമോ? കൂട്ടായ്മയിലാണ്. സഭയെ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് കൂട്ടായ്മയിലാണ്. അതായത് ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയുണ്ട്. ഈശോയുടെ പുരോഹിത പ്രാർത്ഥന, ഒരു പുരോഹിതനെ പോലെ ഈശോ പിതാവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. അതിനെ വിളിക്കുന്ന പേര് തന്നെ അങ്ങനെയാണ്, ഈശോയുടെ പ്രീസ്ലി പ്രയർ എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അറിയപ്പെടും തന്നെ. 3 കാര്യങ്ങളാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. ഒന്നാമത്, അവൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു, പിതാവേ പുത്രനെ മഹത്വപ്പെടുത്തണേ. രണ്ടാമത്, അവൻ അവന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്, ഈ ശിഷ്യന്മാരിലൂടെ ഇനി വരുന്ന കാലത്ത് വിശ്വസിക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കൊരു ഘടനയില്ലെന്ന് തോന്നുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഈശോയുടെ പ്രീസ്ലി പ്രയറിന്റെ ക്രമം എടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഒന്നാമത്, ഈശോ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ഈശോ അവന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു. രണ്ടാമത്, അവൻ എന്ത് പ്രാർത്ഥിച്ചു? അവന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി, അവന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മൂന്നാമത്, അവൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഈ 3 വിഷയങ്ങൾ വരണം. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. പക്ഷെ ആ പുരോഹിത പ്രാർത്ഥനയിൽ ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈശോയുടെ സഭയെക്കുറിച്ചുള്ള സ്വപ്നം എന്തായിരുന്നു? ത്രിത്വത്തിന്റെ മോഡലിൽ സഭ കൂട്ടായ്മയിലായിരിക്കണം. അതായത് സഭയെക്കുറിച്ചുള്ള കർത്താവിന്റെ സ്വപ്നം അതായിരുന്നു. ത്രിത്വം എങ്ങനെ ഒന്നായിരിക്കുന്നോ, വ്യത്യസ്തമായിരിക്കുമ്പോഴും, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കേ, 3 സ്വഭാവത്തിലായിരിക്കുമ്പോഴും എങ്ങനെ ഏക വ്യക്തിയായി ത്രിത്വം മാറുന്നോ, അതുപോലെ നമുക്കിടയിൽ വ്യത്യസ്തതകൾ ഉള്ളപ്പോഴും കൂട്ടായ്മയിലായിരിക്കണമെന്ന് ഈ സഭയെ സ്ഥാപിച്ചവൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടായ്മയെ തകർക്കുന്ന എല്ലാ ശ്രമങ്ങളും കർത്താവിന്റെ സ്വപ്നത്തെ തകർക്കുന്ന ശ്രമങ്ങളാന്ന് ഓർത്തേക്കണം. തിരുസഭയിലെ കൂട്ടായ്മയെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളും കർത്താവ് തമ്പുരാന്റെ സ്വപ്നത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളാണ് എന്ന് ഓർത്തേക്കണം. ഒരു പ്രധാനപ്പെട്ട പാപം ഞാൻ മെൻഷൻ ചെയ്യുകയാണേ. കൺവെൻഷൻ പ്രസംഗം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയും കൂടെ പറഞ്ഞു പോകണമല്ലോ. അതായത് കുറച്ച് നമ്മളെ തന്നെ ഒന്ന് വിമലീകരിക്കുകയും കൂടെ വേണ്ടേ. അറിവ് മാത്രം പോരല്ലോ. കൂട്ടായ്മയെ തകർക്കുന്ന പ്രധാനപ്പെട്ട പാപം പറഞ്ഞേ. പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഒരു വിശുദ്ധിയുടെ തലത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് പാപത്തെക്കുറിച്ചൊന്നും വലിയ അറിവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും മിണ്ടാതിരിക്കുന്നത്. കൂട്ടായ്മയെ തകർക്കുന്ന പ്രധാനപ്പെട്ട പാപം, മിക്ക പാപങ്ങളും കൂട്ടായ്മയെ തകർക്കുന്നതാണ്. എന്നാലും നമ്മുടെ കാലത്ത് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂട്ടായ്മയെ. അത് കുടുംബം തമ്മിലുള്ള കൂട്ടായ്മയെ, ഇടവകകൾ തമ്മിലുള്ള കൂട്ടായ്മയെ, സഭകൾ തമ്മിലുള്ള കൂട്ടായ്മയെ ഒക്കെ തകർക്കുന്ന പ്രധാനപ്പെട്ട റൂട്ട് സിൻ, വേര് പാപം, അങ്ങനെയാണ് ഇത് പറയേണ്ടത്. അങ്ങനത്തെ പാപങ്ങളുണ്ട്, വേര് പോലത്തെ പാപങ്ങൾ. ഈ നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 18-ാം വാക്യം, അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ശ്രദ്ധിച്ചേ, ഏത് പുസ്തകം എത്രാം വാക്യം? നിയമാവർത്തനം 29:18. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. എന്താ പറയുന്നത്? കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര്
നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. ഒന്നുകൂടെ പറയുകയാണെ, ഉണ്ടെന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം. ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു തവണ കൂടെ പണ്ടൊരു ചോദ്യം ചോദിക്കാം, ചാടി ഉത്തരം പറയണം. ശ്രദ്ധിച്ചു കേട്ടെ. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. ഒന്നുകൂടെ കേട്ടോ, കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. ചോദ്യം, മരമുണ്ടോ ഇല്ലയോ? വേഗം പറ, മരമുണ്ടോ ഇല്ലയോ? ഒന്നുകൂടെ പറയാം, കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിലുണ്ട്. മരമുണ്ടോ ഇല്ലയോ? മരമില്ല, മരമില്ല. ഇപ്പൊ എന്താ ഉള്ളേ? വേരേ ഉള്ളൂ. ഇപ്പം വേരേ ഉള്ളൂ. മരവും വേരും എന്താ വ്യത്യാസം? മരമാണെങ്കിൽ കൺമുമ്പിൽ കാണാം, വേര് കാണാൻ പറ്റത്തില്ല. അടി കിടക്കുക, വേര് കാണാൻ പറ്റത്തില്ല. നാളത്തെ മഴയ്ക്ക് വേര് പൊട്ടിക്കിളുത്താൽ, ചെടിയായി വളർന്നാൽ, മരമായി മാറിയാൽ, അതിൽ കായ ചൂടിയാൽ ആ കായ്ക്ക് രണ്ട് പ്രത്യേകത ഉണ്ടാകും. എന്തൊക്കെയാണത്? അത് കയ്പായിരിക്കും, അത് വിഷമായിരിക്കും. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. മരവും വേരും വ്യത്യാസം അതാ. ഇനി പറഞ്ഞേ, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ പറഞ്ഞേ. പരസ്യ കുമ്പസാരമല്ല ഉദ്ദേശിക്കുന്നത്, ചുമ്മാ ജനറലായിട്ട് അങ്ങ് പറഞ്ഞു. നമ്മളൊക്കെ ചെയ്യുന്ന പാപങ്ങൾ പറഞ്ഞേ, നമുക്ക് കണ്ടുപിടിക്കാം മരമാണോ വേരാണോ എന്ന് കണ്ടുപിടിക്കാം. പറഞ്ഞേ, നമ്മൾ സാധാരണ ചെയ്യുന്ന പാപങ്ങളെ, നമ്മുടെ നാവ് കൊണ്ടൊക്കെ ചെയ്യുന്ന പാപങ്ങളൊക്കെ ഇല്ലേ ഇഷ്ടം പോലെ? പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന അല്ലെന്ന് ഞാൻ ചിന്തിച്ചോളാം. ഇത് പറയുന്നയാളല്ല, പറയുന്നയാളുടെ വലതുവശത്തിരിക്കുന്ന ആൾ ചെയ്യുന്ന പാപമായിട്ട് ഞാൻ കണക്കാക്കിക്കോളാം. പറ. ഇനിയിപ്പോൾ ആവേശമാകും പാപം പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് ചില അല്ലാത്ത ഉദാഹരണത്തിന് ഞാൻ പറയാം. സമയക്കുറവ് കൊണ്ടും പിന്നെ അവിടെ നിങ്ങോട്ട് ഇനി കമ്മ്യൂണിക്കേഷൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടും പറയാം. കുറ്റം പറയുക. മരമാണോ വേരാണോ? വേഗം പറഞ്ഞേ. മരമാണോ വേരാണോ? വേഗം പറ. നിങ്ങൾക്കത് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞേ. കുറ്റം പറയുന്ന പാപം മരമാണോ വേരാണോ? വേരല്ല. അതെന്താ? മരമാണ്. കാരണം എന്താ? പുറത്തല്ലേ അത്. കുറ്റം പറയുന്നത് പുറത്തല്ലേ? എക്സ്പോസ്ഡ് സിന്നല്ലേ? പുറത്തു വന്നില്ലേ ആ പാപം? കള്ളം പറയുന്നത് മരമാണോ വേരാണോ? ആലോചിച്ച് പറ. മരം. കറക്റ്റായി, ഇപ്പൊ ട്രാക്കിലായി. കള്ളം പറയുന്നത് മരമാണ്. മോഷണം മരമാണോ വേരാണോ? അനുസരണക്കേട് മരമാണോ വേരാണോ? ആലോചിച്ചിട്ട് പറഞ്ഞേ. എനിക്കറിയാം മറ്റേ ടോക്കാണ് നമുക്കിഷ്ടം. ഏത്? ഞങ്ങളെ ശല്യപ്പെടുത്താതെ ഞങ്ങൾ ഇരുന്ന് കേട്ടോളാം, അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എത്ര നേരം വേണമെങ്കിലും പറഞ്ഞു, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ പറഞ്ഞോളാം. അതാണ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള ടോക്ക്. പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചോളൂ, എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞേ. ഈ അനുസരണക്കേട് മരമാണോ വേരാണോ? മരമാണ്. കറക്റ്റാണ്. കൊലപാതകം മരമാണോ വേരാണോ? കൊലപാതകം മരം പുറത്താണ്. അതായത് ഇനി മനസ്സിലാക്കേണ്ടതെന്നറിയാമോ? നമ്മള് ചിന്തിക്കുന്ന ഒട്ടുമിക്ക പാപങ്ങളും എന്തെന്നറിയാമോ? മരമാണ്, പുറത്താണ്. ഈ പുറത്ത് സംഭവിക്കുന്ന പാപങ്ങളുടെ കാരണക്കാരനായ ഒരു വേര്, ചില അങ്ങനത്തെ വേര് പോലത്തെ പാപങ്ങൾ അകത്ത് കിടപ്പുണ്ട്. കൂട്ടായ്മയെ തകർക്കുന്ന വേര് പോലത്തെ ഒരു പാപം. ഏത് പാപമാണ്? ഇനി പറഞ്ഞേ. കൂട്ടായ്മയെ തകർക്കുന്ന നാണം കെട്ട വൃത്തികെട്ട വേര് പോലത്തെ ഒരു പാപം. ഏത് പാപമാണ്? കറക്റ്റാ. എങ്ങാണ്ടും അത് മൂളൽ വരുന്നുണ്ട്. കറക്റ്റാ. അസൂയ ഇന്ന് സഭയെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു പാപം. നമുക്കത് പറയാൻ നാണം വേണ്ട. അത് തന്നെയാ കാര്യം. നമുക്കിടയിലും സഭകൾക്കിടയിലും ഒക്കെ പിശാച് കൊണ്ട് വിതച്ചിട്ട് പോയ കളയുടെ പേരാണ് എന്ത്? അസൂയ. സംശയമുണ്ടോ? നിങ്ങൾ നോക്കിക്കോ, ചിന്തിച്ച് നോക്കിക്കോ. ആദ്യത്തെ കൂട്ടായ്മ, ഏദനിലെ കൂട്ടായ്മ ആരൊക്കെ തമ്മിലായിരുന്നു? ദൈവവും ആദവും ഹൗവായും തമ്മിൽ ഒരു കൂട്ടായ്മയില്ലേ? വൈകുന്നേരം സായാഹ്ന സവാരിക്ക് നടക്കാനിറങ്ങുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ലേ? ആ കൂട്ടായ്മ തകർത്തത് ആദ്യത്തെ പാപം ഏതാ? നമ്മുടെ അറിവിൽ ആദ്യ പാപം ഏതാ? പറഞ്ഞ കറക്റ്റാ. ഏതാ? പറ. അനുസരണക്കേടല്ലേ പാപം? കറക്റ്റാണ്. അനുസരണക്കേട് മരമാണോ വേരാണോ? വേഗം പറ. അനുസരണക്കേട് മരമാണോ വേരാണോ? മരമല്ലേ. അനുസരണക്കേട് മരമല്ലേ? മരമാണെങ്കിൽ വേര് വേണ്ടേ? വേരില്ലാതെ മരം ഉണ്ടാവുമോ? വേര് വേണം. അപ്പൊ വേരെന്താ? അതാണ് സൂക്ഷിക്കേണ്ടത്. അസൂയയാണ് ആദ്യത്തെ പാപം. വേര്. ആരോട് തോന്നിയ അസൂയ? പിശാചിന് ദൈവത്തോട് തോന്നിയ അസൂയെ ഹൗവായിലേക്ക് ഇൻജെക്ട് ചെയ്തപ്പോ അതെന്തായിട്ട് പുറത്തു വന്നു? അനുസരണക്കേടായിട്ട് പുറത്തു വന്നു. അതെന്തിനെ തകർത്തു? കൂട്ടായ്മയെ തകർത്തു. ഏദനിൽ നിന്ന് പുറത്തായി. പിന്നൊരു സാഹോദര്യത്തിന്റെ കൂട്ടായ്മയുണ്ട് രണ്ടുപേരും തമ്മിൽ. ആരൊക്കെ തമ്മിലാ? കായേലും ആബേലും തമ്മിൽ ഒരു സാഹോദര്യത്തിന്റെ കൂട്ടായ്മയുണ്ട്. അവിടെ സംഭവിച്ച പാപം ഏതാ? കൊലപാതകം മരമാണോ വേരാണോ? വേഗം പറ. മരമാണെങ്കിൽ വേര് വേണ്ടേ?
മരമാണെങ്കിൽ വേര് വേണ്ടേ? വേരെന്താ? കായേന് ആബേലിനോട് തോന്നിയ അസൂയ, അത് ഫ്രൂട്ട് പുറപ്പെടുവിച്ചു, ഫലം പുറപ്പെടുവിച്ചു. എന്ത്? കൊലപാതകം. ഇന്ന് നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നാണം കെട്ട പാപം അസൂയയാണ്.